എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വീഡിയോകളൊക്കെ ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാനുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പൊന്നു കൂട്ടുകാരെ, ഞാൻ ആദ്യമൊക്കെ എൻ്റെ പെട്ടെന്ന് പറഞ്ഞു തീർക്കണം, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടുണ്ട് വീഴുന്ന വീഡിയോ പാചകത്തിൻ്റെ ഒക്കെ വീഡിയോ ആയിരുന്നു. പാചകത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അതൊന്നും ഇതിൻ്റെ അകത്ത് വലിയതായിട്ട് ഓടുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ചെറിയ ചെറിയ കണ്ടൻറ്റുകൾ ചെറുതായിട്ടൊക്കെ കുട്ടികളുടെ വീഡിയോസ്, അവരുടെ പാട്ട്, ഡാൻസ് അങ്ങനെയൊക്കെ ഉള്ളതായിട്ടൊക്കെ ഞാൻ പിടിച്ചിട്ടുകൊണ്ട് ഇരുന്നു. അങ്ങനെ ഇപ്പോൾ കുറച്ച് സബ്ബൊക്കെ ആയി. എനിക്ക് ആകെ 100-150 സബ്ബൊക്കെ ഉള്ളപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്ത് ഞാൻ വന്ന് പറയുമായിരുന്നു, എല്ലാവരും എന്നെ ഒന്ന് കൂട്ടാക്കണം. അത് കുറേ എൻ്റെ അടുത്തുള്ള എൻ്റെ കൂട്ടുകാരെയൊക്കെ മാത്രമായിട്ട്, എൻ്റെ വീട്ടുകാരെയും കൂട്ടുകാരെയൊക്കെ ആയിട്ട് ഒക്കെ ഞാൻ പറയുമായിരുന്നു എന്നെ കൂടെ കൂട്ടാക്കണം. പിന്നെ ഇപ്പോൾ ഞാനങ്ങ് മടുത്തു. 150-200 സബ്ബൊക്കെ ആയപ്പോൾ ഞാനങ്ങ് മടുത്തു. വേണ്ടാവില്ല എങ്ങനെയും പോട്ടെന്നൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കുമ്പോഴെന്ന സമയത്താണ് ഞാൻ 2-3 വീഡിയോ ഒക്കെ ഇട്ടപ്പോഴത്തേക്കിന് 1000-1500 സബ്ബൊക്കെ ആയപ്പോൾ അതിന് 5-10-20 സബ്ബൊക്കെ കൂട്ടൊക്കെ കയറി വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അതുകൊണ്ടൊക്കെ ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഞാനൊരു വേറൊരു വീഡിയോ ഞാൻ എടുത്തിട്ട് അത് 7,500 വ്യൂസൊക്കെ 7,500 ലക്ഷമൊക്കെ ഓടുകയും അതിനകത്ത് നല്ല വ്യൂസിന് സബ്ബ് എനിക്ക് കയറുകയൊക്കെ ചെയ്തു. ഒരുപാട് സബ്ബൊക്കെ എനിക്ക് കയറി. പിന്നെ എനിക്ക് ഈ ലൈവ് ഇടുന്ന ഇതൊന്നും എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. ഞാനന്ന് ലൈവ് ഒന്നും ഇടത്തില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ അറിയില്ല, അന്നാന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ എൻ്റെ സ്പേസൊന്നും കാണിച്ച് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ഇപ്പോൾ ഒരു വർഷം ആയുള്ളൂ ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോഴത്തേക്കിന് ഞാൻ പറയുന്നത് എൻ്റെ പൊന്നു കൂട്ടുകാരെ, ഒരു പെട്ടെന്ന് ഒരു നിമിഷം നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാനൊക്കെ പറ്റും. മറ്റുള്ളവരുടെ അടുത്ത് സബ്ബ് ചോദിച്ച് നടക്കുകയൊന്നും വേണ്ട. അവർക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് സബ്ബ് ചെയ്യും. നമ്മുടെ നല്ല വീഡിയോ ആണെങ്കിൽ അവർ ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ ഒന്ന് നമ്മൾ പറയണം, മറ്റുള്ളവരൊരു വീഡിയോ ഇടുമ്പോഴത്തേക്കിനും മറ്റുള്ള വീഡിയോ നമ്മൾ കാണുമ്പോഴത്തേനും അവർക്ക് നല്ല മനസ്സോടുകൂടി ലൈക്ക് കൊടുക്കുക, സബ്ബ് കൊടുക്കുകയും ചെയ്യുക. അവർക്ക് എന്നിട്ട് തിരിച്ച് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒരു ചിഹ്നം മാത്രം ഇട്ട് കൊടുത്താൽ മതി. അല്ല, കാരണം ഈ നമ്മൾ എന്നെ സബ്ബ് ചെയ്യണേ, എന്നെ കൂട്ടാക്കണേ എന്നൊന്നും പറഞ്ഞിടരുത്. അതൊക്കെ പിന്നെ സ്പാമായി പോകത്തുള്ളൂ. നിങ്ങൾക്കൊന്നും ഇതുകൊണ്ട് വ്യൂസ് കൊണ്ടൊന്നും ഒരു ഉപയോഗമൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റും. നല്ല പിക്ചർ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക, സ്റ്റിക്കർ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇട്ട് കൊടുക്കുക. അത് കാണുമ്പോഴേ അവർക്ക് അറിയാൻ പറ്റുമല്ലോ എന്നെ കൂട്ടാക്കിയിട്ടുണ്ട്, എനിക്ക് എൻ്റെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം എന്നെ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക, അങ്ങനെ കൂട്ടാക്കിയിട്ടുണ്ട്, അപ്പം നമ്മൾ അവർക്ക് തിരിച്ച് കൂട്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ തിരിച്ച് കൂട്ടാക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സബ്ബ് വരികയും അവരുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഇടുകയും കമൻറ്റ് ഇടുകയും ചെയ്യണം കേട്ടോ. ഒന്നും അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ടോ ഇവക്ക് ഞാൻ ലൈക്കൊന്നും കൊടുക്കുന്നില്ല, ഇവളങ്ങോട്ട് രക്ഷപ്പെട്ട് പോകണ്ട എന്നുള്ള ചിന്ത ഇരുന്നാൽ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടില്ല. അത് സത്യസന്ധമായ കാര്യമാണ്. മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാതെ എനിക്ക് മാത്രം കിട്ടട്ടെ, എനിക്ക് മാത്രം കൊണ്ട് വരും എന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടത്തില്ല. നമ്മളെ കുശുമ്പ് എത്രയും പെട്ടെന്ന് മാറ്റി ഒരു സ്ഥലത്തോട്ട് വെച്ചിട്ട് നല്ല തെളിഞ്ഞ നല്ല മനസ്സോടു കൂടി ഇരുന്ന് നമ്മൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യും. ഉറപ്പായിട്ടും അവർക്കൊപ്പം നമ്മളും രക്ഷപ്പെടും കേട്ടോ. അത് സത്യസന്ധമായ കാര്യമാണ്. നിങ്ങളല്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കിയാൽ ഞാൻ ഈ പറയുന്നത് വല്ല മാറ്റങ്ങൾ പരീക്ഷിച്ച് നോക്കുക. മറ്റുള്ളവരുടെ വീഡിയോ കാണുമ്പോൾ അവർക്ക് ലൈക്ക് കൊടുക്കുക, അവർക്ക് കമൻറ്റ് കൊടുക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. ലൈവ് ആണെങ്കിൽ തന്നെയും മറ്റുള്ളവരെ സപ്പോർട്ട് നമ്മൾ രക്ഷപ്പെടും, ഉറപ്പാണ്, സത്യം കേട്ടോ, സത്യമാണ്. പരീക്ഷിച്ചു.